ആദ്യമായി ഹിറ്റ്സ് ഓർക്കസ്ട്രയിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്തട്ടെ. തബല മിസ്റ്റർ ഷക്കീർ ബായ്, കീബോർഡ് മിസ്റ്റർ ടോണി ഫെർണാണ്ടസ്, വയലിൻ മിസ്റ്റർ ബാബു, ഗിറ്റാർ മിസ്റ്റർ കണ്ണൻ, ഈ ഗാനമേള നയിക്കുന്നത് പ്രസിദ്ധ ഗായകനായ മിസ്റ്റർ വേണുഗോപാൽ. പന്നഗേന്ദ്രശയന പത്മനാഭ പാഹി പാടി പൊരുൾ തേടി മനമുണരും സംഗ്രമ സുപ്രഭാതം. ഇതാണ് ഗാനമേളക്കാർ താമസിക്കുന്ന സ്ഥലം. ദാ ആ കാണുന്നതാണ് എന്റെ വീട്. വരൂ, ആദ്യം എന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം. അതൊക്കെ പിന്നീടാവും മിനി. ആദ്യം ഇവരെ കാണാം. ഇനി ഒരുപാട് അറേഞ്ച്മെന്റ്സ് ബാക്കിയുണ്ട്. ശരി, എന്നാ പോവാ. നോക്കാം. റെഡി, 1 2 3 4. ഹലോ, വരണം വരണം. ഇതാരാ പുതിയ കക്ഷി? ഇതെന്റെ ഫ്രണ്ടാണ് ലക്ഷ്മി, ഞങ്ങളുടെ ആർട്സ് ക്ലബ് സെക്രട്ടറി കൂടിയാ. അങ്ങോട്ടിരിക്കും. ഇനി വന്ന കാര്യം കുട്ടി തന്നെ പറഞ്ഞോളൂ. അത് ഈ വരുന്ന 18th ഞങ്ങളുടെ ആർട്സ് ക്ലബ് ഉദ്ഘാടനം ഫിക്സ് ചെയ്തിരിക്കുക. അന്ന് നിങ്ങളുടെ ട്രൂപ്പിന് ഗാനമേള അറേഞ്ച് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ. അതെന്തോന്ന് സംസാരിക്കാൻ? 18th ഞങ്ങൾ വരുന്നു, പ്രോഗ്രാം ചെയ്യുന്നു. എന്താ പോരെ? അയ്യടാ, അപ്പൊ 18ാം തീയതി ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബിന്റെ പ്രോഗ്രാമിന് ആര് പോകും? ഇരിങ്ങാലക്കുടയോ? ഇരിങ്ങാലക്കുട അഡ്വാൻസ് 3000 രൂപ എന്റെ പ്രസിഡന്റ് മാർക്കോസ് കൊണ്ട് തന്നത് മറന്നുപോയോ? മറന്നുപോയി. അയ്യോ ശരിയാ, നമ്മളതങ്ങ് മറന്നുപോയി. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഇരിങ്ങാലക്കുടക്കാർക്ക് വേറെ പ്രോഗ്രാം അറേഞ്ച് കൊടുത്താലോ? മിനി വന്ന് പറഞ്ഞൊരു കാര്യമല്ലേ? അതെ, ശരിയാ, ലയൺസുകാർക്ക് വേറെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോ ബാക്കി കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അല്ല, ഈ സാമ്പത്തികമേ കോളേജിൽ ആർട്സ് ക്ലബിന്റെ ഫണ്ട്സ് ഒക്കെ വളരെ കുറവാണ്. 2000 രൂപയാണ് ഞങ്ങളെ കൊണ്ട് തരാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട്. അത് തീരെ കുറവായി പോയല്ലോ. അയ്യോ, അത് ബീഡി വാങ്ങാൻ പോലും തികയില്ലോ. പിന്നെ മിനി വന്ന് പറഞ്ഞ ഒരു കേസായതുകൊണ്ട് മാത്രം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ അഡ്വാൻസ് അഡ്വാൻസ് ഒന്നും വേണ്ട. വേണ്ടേ? അഡ്വാൻസ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുട്ടിയെ വിശ്വാസ. എന്നാ ശരി, വരട്ടെ. 18th കാണാം. ശരി, വരട്ടെ. നമസ്കാരം. ആളിയാ വിമൻസ് കോളേജ്. പെണ്ണെന്നൊരു വർഗത്തിനെ കണ്ട എല്ലാവരും ക്രിമിയേഡിയ. ദേ, ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം, വിമൻസ് കോളേജ് ആണ്, എല്ലാവരും ഡീസന്റ് ആയി പെരുമാറണം. ആരെങ്കിലും എന്തെങ്കിലും തറവേല കാണിച്ചാൽ അന്ന് ഞാൻ ഈ ട്രൂപ്പ് പിരിച്ചുവിടും. കേട്ടല്ലോ കേട്ടല്ലോ? നിന്നോടുകൂടാ പറഞ്ഞത്. പ്രോഗ്രാം തീരുന്നവരെ ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കൂല. ആ, എന്നാ പ്രോമിസ്. 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 ശാരി മേരി രാജേശ്വരി, നേരു പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ, കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി, നേര് പറഞ്ഞ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ, കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. തരം 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 തരം
വരണം. താങ്ക്സ് പറയാനാ വന്നത്. പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനൊക്കെ വളരെ ഇഷ്ടമായി. കോളേജിലേക്ക് നിങ്ങളെ വിളിക്കണമെന്നാ സ്റ്റുഡൻസ് ഒക്കെ പറയണേ. ഞങ്ങളാ നിങ്ങൾക്ക് താങ്ക്സ് പറയേണ്ടത്. ഇത്രയും നല്ലൊരു ഓഡിയൻസ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രോഗ്രാമിന്റെ ഫോട്ടോസ്. എവിടെ? സിനിമയിൽ ട്രൈ ചെയ്തൂടെ? ആഗ്രഹമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ. വരട്ടെ. ശരി. സക്സസ് കണ്ടോ? ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോയത്. അതാണ് അതിന്റെ ഒരു ഏത് മനസ്സിലായോ? എന്ത് മനസ്സിലായോ എന്ന് ആദ്യം നീ ഒന്ന് പറയാൻ നിൽക്ക്. നിന്റെ അസുഖം ഞങ്ങൾക്ക് മനസ്സിലായി. ആ കുട്ടിക്ക് നിന്നോട് എന്തോ സ്പെഷ്യൽ ആയിട്ടുണ്ടെന്നായിരിക്കും. കറക്റ്റ്. ഒരു കറക്റ്റും ഇല്ല. അതൊക്കെ നിന്റെ തോന്നലാ വേണു. കലാകാരന്മാർക്കെല്ലാം ഉള്ളത് ഈ ഒരു കുഴപ്പം. എടാ, കലാകാരന്മാരെന്ന നിലയ്ക്ക് നമ്മളെ എല്ലാവരും ലക്ഷ്മിക്ക് ഇഷ്ടമാണ്. നീ ഒരു ഗായകനായതുകൊണ്ട് കുറച്ച് താല്പര്യം കൂടുതൽ കാണുമായിരിക്കും. അതുവരെ ഓക്കെ എന്ന് കരുതി ഒരു പ്രേമത്തിന്റെ കളർ അതിന് കൊടുക്കുന്ന വിവരക്കേടാണ്. ചേടാ, ഇതെല്ലാം പറയുന്നത് നിങ്ങളല്ലേ? അല്ല, നിന്റെ തുള്ളിച്ചാട്ടം അത് ഉദ്ദേശിച്ച് തന്നെ ആയിരുന്നു. ഞങ്ങൾ കളിയാക്കൊന്ന് പേടിച്ച് പെന്മാറരുത്. ശരി, പ്രേമമാണെന്ന് ഞാൻ പറയുന്നത് തന്നെ വെച്ചോ. എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. പ്രേമം ഇല്ല, ഒരു ചുക്കുമില്ല എന്ന് ഞങ്ങൾ പറയും. അത്രേ ഉള്ളൂ. എടാ അണ്ണന്മാരെ, ഈ പെൺകുട്ടികളുടെ മനഃശാസ്ത്രം കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആര് വേണമെങ്കിലും തർക്കിച്ചോ, ആ കുട്ടിക്ക് എന്നോട് വ്യക്തിപരമായ ഒരു താല്പര്യം ഉണ്ട്. സൈക്കോളജി കുറെയൊക്കെ ഞങ്ങൾക്ക് വശമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇത് പ്രേമമല്ല, ഒരു തരം ആരാധന. ആ ആരാധന പ്രേമമായി മാറിക്കൂടുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. ആ ശരി, നില്ല്. നിനക്ക് അത്രയ്ക്ക് വലിയ വിശ്വാസമാണെങ്കിൽ ഒന്ന് തെളിയിക്കാവൂ. അതിനൊന്നും ഞാനില്ല. അതിനുള്ള ഗട്സ് ഇല്ലെന്ന് പറ. ഗട്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇത്രയും നേരം ഞാൻ മിണ്ടാതിരിക്കരുത്. ഇവന്മാരെ മുടന്തനായും കേട്ടുണ്ട്. വേണു, നീ ധൈര്യമായിട്ടില്ലേ? അതെ, ശരി, ആ കുട്ടിക്ക് എന്നോട് പ്രേമമാണെന്ന് പ്രൂവ് ചെയ്താലോ? അന്ന് ഞാൻ ഈ പണി നിർത്തും. പ്രേമമല്ലെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്താലോ? എന്നാൽ അന്ന് മുതൽ ഷക്കീർ ബായും ബാവും ഈ പണി നിർത്തും. അയ്യടാ, ഒരു തമാശക്കാരൻ. ശരി, സമ്മതിച്ചു. ഞാൻ പണി നിർത്തും. ഷക്കീർ ബായി വെറ്റ് കെട്ടിയത് നില്ല്. ഒരൊറ്റ കണ്ടീഷൻ മാത്രം. പന്തയത്തിനിടയിൽ പരസ്പരം പാരമണിയരുത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഒന്നും വെക്കാൻ പറ്റില്ല. അവരവരാൽ കഴിയുന്ന രീതിയിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് പറ. ലക്ഷ്മിയുടെ മൂവ്മെന്റ്സ് ഒന്ന് വാച്ച് ചെയ്യണം. ഏതു വഴിയാണ് കോളേജിൽ പോകുന്നത്? നടന്നാണോ, കാറിലാണോ? ഒപ്പം ആരെല്ലാം ഉണ്ടാവും? ട്യൂഷന് പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? അമ്പലത്തിൽ പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് അമ്പലത്തിലാണ്? എക്സെട്ര എക്സെട്ര. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പ്രയോജനം ഉണ്ട്. പറയാം. നീ മുമ്പേ നടക്ക്. വാ. മധുരം നിന്നരുമപ്പൂടി നീ തേടുവതാരെ ആരെ മാനസം. രക്ഷയില്ല. ഇതൊക്കെ പഴയ സിനിമയിൽ നമ്പറല്ലേ? അളിയ ഒരു പുതിയ നമ്പർ ഇട്ടാലോ? ഒരു ആഫ്രിക്കൻ സോങ്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ലക്ഷ്മി എന്താ ഇവിടെ? 2-3 ദിവസമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ വേണം ഇത്ര വലിയൊരു ഡിപ്രഷൻ? എന്തിനാണ് ഇപ്പൊ കരഞ്ഞത്? കരഞ്ഞെന്നോ? ആര്?
ഞാനോ? ലക്ഷ്മിക്ക് തോന്നിയായിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഐ എം ഹാപ്പി, വെരി വെരി ഹാപ്പി. വേണ്ട, ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. കുറച്ചു ദിവസമായിട്ട് വേണു അറിയാതെ ഞാൻ വേണുവിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പറയൂ, എന്താ വേണു ഈ ദുഃഖത്തിന്റെ കാരണം? പ്ലീസ്, അത് മാത്രം എന്നോട് ചോദിക്കരുത്. ആ ദുഃഖകഥ എന്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. സോറി, ഞാൻ ഹേർട്ട് ചെയ്തു. ഒരിക്കലുമില്ല. വിധിയാണ് വലിയ രീതിയിൽ എന്നെ മുറിവേൽപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ലക്ഷ്മിയോട് ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. കുട്ടി എനിക്ക് അന്യല്ലല്ലോ. ഒരു സന്ധ്യയ്ക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പോലെ അവൾ എന്റെ ഹൃദയ കവാടം തുറന്നു വന്നു. തുളസി കതിറിന്റെ നൈർമല്യവും തുമ്പപ്പൂവിന്റെ വിശുദ്ധിയുമുള്ള രഞ്ജിതാ മേനോൻ. വിധി ബ്ലഡ് ക്യാൻസറിന്റെ രൂപത്തിലാണ് വന്നത്. കാക്കോത്തിക്കാവിലെ അപ്പപ്പൻ താടി പോലെയാണ് ജീവിതമെന്ന് ഞാൻ അറിഞ്ഞു. ആ കുട്ടിയുടെ സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്ക് ഞാൻ ഈ കടാപ്പുറത്തുകൂടി പാടി പാടി നടക്കും. വേണു, പ്ലീസ്. സോറി, എന്റെ കഥ അറിയുമ്പോൾ ലക്ഷ്മിയും ദുഃഖിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. പോട്ടെ, നാളെ കാണണം.